നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അമ്മ എന്ന സിനിമാ സംഘടനയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ആഭ്യന്തര അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, പൊതുസമൂഹത്തിന് മുന്നിൽ നാണക്കേടായി മാറിയ ഒരു ചക്കളത്തി പോരായി മാറുകയാണ്. സ്ത്രീകൾ അധികാരത്തിലെത്തിയാൽ ആൺകോയ്മ അവസാനിപ്പിച്ച് കൂടുതൽ ജനാധിപത്യപരവും മാന്യവുമായ പ്രവർത്തന ശൈലി കൊണ്ടുവരുമെന്ന് വലിയ പ്രതീക്ഷ ഉയർത്തിയവരാണ് ഇന്ന് പരസ്പരാരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പരസ്യ പോർവിളികളും അസഭ്യ ഭാഷയും പാരവെപ്പും നിറഞ്ഞ തർക്കങ്ങളിലൂടെ ആ പ്രതീക്ഷകളെ ചോദ്യം ചെയ്യുന്നത്. സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നായ അമ്മ പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട സമയത്ത് ദിവസേന പുറത്തുവരുന്ന വിവാദങ്ങൾ സംഘടനയുടെ വിശ്വാസ്യതയെ തകർക്കുകയാണ്. വ്യക്തിപരമായ വൈരാഗ്യങ്ങളും അധികാര പോരുകളും മാധ്യമങ്ങളിലൂടെ തെരുവിലിറക്കുന്നത് സംഘടനയുടെ അന്തസ്സിനെ മാത്രമല്ല, മുഴുവൻ സിനിമാ രംഗത്തിന്റെയും പ്രതിച്ഛായയെ ബാധിക്കുന്നു. ഏറ്റവും വലിയ ചോദ്യം മറ്റൊന്നാണ്. ഈ സംഘടനയുടെ കരുത്തായി കണക്കാക്കപ്പെടുന്ന മുൻനിര താരങ്ങൾ എവിടെയാണ്? അവർ ഇതെല്ലാം കണ്ട് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? മൗനം ചിലപ്പോൾ സമ്മതമെന്ന വ്യാഖ്യാനത്തിലും ഇടയാക്കും. അവരുടെ പിന്തുണയോ ആശീർവാദമോ ഉണ്ടെന്ന അവകാശവാദങ്ങൾ ഉയരുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായ നിലപാട് പറയാൻ ആരും തയ്യാറാകുന്നില്ല. ഒരു ദിവസം രാജി പ്രഖ്യാപിച്ചവർ അടുത്ത ദിവസം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നതും വ്യക്തിപരമായ തർക്കങ്ങളിലേക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിച്ചിഴയ്ക്കുന്നതും സംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. കലാകാരന്മാരുടെ സംഘടന എന്നതിലുപരി ഒരു പൊതുസ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം അമ്മയ്ക്കുണ്ട് എന്ന ബോധം മറക്കരുത്. വ്യക്തിപരമായ മത്സരങ്ങളും വിഭാഗീയതയും മാറ്റിവെച്ച് സംഘടനയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാവുക മലയാള സിനിമയുടെ അഭിമാനത്തിനായിരിക്കും. പൊതുസമൂഹം എത്ര കാലം കൂടി ഇത്തരം വിവാദങ്ങളും പരസ്പര ചെളിവാരിയെറിയലുകളും സഹിച്ചുകൊണ്ടിരിക്കും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. ഓരോ ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങൾ വരികയാണ്. ആരുടെ പക്ഷത്ത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. പോലീസ് കേസുകൾ പോലും ഇതിനിടയിൽ ഉണ്ടാവുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റുമായി കളം നിറയ്ക്കുകയാണ് അമ്മയിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ. ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ഇപ്പോൾ തയ്യാറല്ല. നേരത്തെ പ്രഖ്യാപിച്ചതിനെയാണ് ഇപ്പോൾ മറുപക്ഷം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പ്രതികരണങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചില പ്രതികരണങ്ങൾ കേൾക്കാം. ആദ്യം, ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് ടിനി ടോം അത് തമാശയ്ക്ക് പറഞ്ഞതാണ് ജിഹാദി എന്നും ഒരു വ്യക്തിക്ക് ഡബിൾ ഡാഡി സിൻഡ്രം ആണെന്നും ആ വ്യക്തിക്ക് മറ്റുള്ള പലരുമായിട്ടും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നതൊക്കെ തമാശയായിട്ട് കാണാനാണോ പോലീസ് ഇവിടെ ഇരിക്കുന്നത്? ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? എല്ലാ പോലീസ് സ്റ്റേഷനുകളും കൂടെ പരിശോധിക്കണം. വർഗീയവൽക്കരണം പോലീസ് സ്റ്റേഷനുകളിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭാരവാഹികളെ ഞങ്ങൾ അംഗങ്ങളും എല്ലാവരും തന്നെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അവർ അമ്മയിലെ അംഗങ്ങളായ ഈ 500 ശിഷ്ടം ആൾക്കാർക്കും ഒരു രീതിയിലുള്ള അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടില്ല. അവർ ചെയ്തത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും മറ്റു ചില അജണ്ടകൾ നടപ്പാക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവൃത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നെ അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും രണ്ട് ചേരിയിലായിട്ട് നിന്ന് രണ്ടുപേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. അവര് കഴിഞ്ഞ ദിവസം ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ് അദ്ദേഹം, വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവർ പറയുന്നു, ആ ഓഡിയോയിൽ തന്നെ പറയുന്നു എല്ലാ വീഡിയോ ക്ലിപ്പും ഉണ്ട്, എല്ലാ ഓഡിയോ ക്ലിപ്പും ഉണ്ട്. അപ്പൊ സംസാരിച്ചവരുടെയൊക്കെ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. പല സാഹചര്യത്തിലും പലർക്കും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അവരോട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എന്താ പറയുക ഭീഷണി പോലെ അത് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന രീതിയും ശരിയല്ല. അതൊരു സ്ത്രീ നേതൃത്വത്തിൽ വന്നുകൊണ്ട് കാര്യമില്ല. അത് വെറുതെ പറയുന്നതാണ്. അത് സ്ത്രീകൾ വന്നാലൊക്കെ ശരിയാവും എന്നൊക്കെ. അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ആയി മാറാനാണ്. കാരണം ഇത് പടലപ്പിണക്കങ്ങളും പരസ്പരമുള്ള അധികാര വടംവലിയും അധികാര കൊതിയും ഇങ്ങനെയൊക്കെയുള്ളൊരു സംഘമാണ്. അതായത് ഒരു പാനലായിട്ട് ജയിച്ചു വന്നതല്ല. നമ്മളൊരു പാനലായിട്ട് ജയിച്ചു വരുമ്പോൾ നമുക്കൊരു പോളിസി ഉണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ. ഇത് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് വരുമ്പോൾ അവർക്കൊക്കെ സ്വകാര്യ താല്പര്യങ്ങളുണ്ടാവുക. അപ്പോൾ ആ സ്വകാര്യ താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോഴാണ് പരസ്പര സ്പർദ്ധ വരുന്നു, പോലീസ് കേസിലെത്തുന്നു, മറ്റേയാൾ എന്നെ മോശം പേര് വിളിച്ചെന്ന് പറയുന്നു, അത് കേസാവുന്നു. ഇങ്ങനെ പോലീസ് കേസിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇടവരുത്താത്ത ഒരു നേതൃത്വമാണ് വേണ്ടത്. നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർ ശബ്ദത്തെ പോലും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. തുടക്കത്തിലേ പ്രശ്നങ്ങളായിരുന്നു. അമ്മയിലെ ഈ പോർവിളി പൊതുസമൂഹം ഇനി എത്ര നാൾ സഹിക്കണം? ശ്രീമതി മായ വിശ്വനാഥ്, ശ്രീ വിനു കിരിയത്ത്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ രത്നകുമാർ പല്ലിശ്ശേരി എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീമതി മായ വിശ്വനാഥ്, ഇത് സഹിക്കുന്നതിനും അപ്പുറത്തേക്ക് പോവുകയാണല്ലോ പൊതുസമൂഹത്തിന്. ഇപ്പോൾ ആരുടെ പക്ഷത്താണ് അമ്മയിൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയിരിക്കും, പക്ഷേ ഒരു ദിവസം ഒരു പക്ഷത്താണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു പക്ഷത്താണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇത് നിർത്താറായില്ലേ? എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് അംഗങ്ങളായ ഞങ്ങൾക്ക് പോലും ഇപ്പം അറിയുന്നില്ല. കാരണം ജൂൺ 20 വരെ കുറേ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ എന്നല്ല, ഞങ്ങൾ കുറേ പേരുണ്ട്. പെട്ടെന്ന് എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. പെട്ടെന്ന് മറുവർഷത്തേക്ക് ചാടി ഇവർ പറഞ്ഞ നിലപാടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ രാജിവെക്കുന്നു, അംഗത്വം രാജിവെക്കുന്നു, ഒരു പക്വതയില്ലായ്മയെ കൂടെ സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി പറയുന്നു. പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് അവർ രാജിക്കത്ത് എഴുതി കൊടുക്കാതെ പോയത്? പിന്നെ കുറച്ച് ദിവസം വരുമ്പം അവർ പറയുന്നു എനിക്ക് പ്രസിഡന്റ് സ്ഥാനം വരുന്നു. ഇതൊക്കെ ഒരു കോമഡി സിനിമയിൽ പോലും കാണാത്ത കോമഡി രംഗങ്ങളാണ് ഇന്ന് പൊതുജന മധ്യത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു. വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് മുരളീച്ചേട്ടനും KB ഗണേഷ് കുമാറും മധു അങ്കിളും എല്ലാവരും കൂടി ചേർന്നാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിരുന്നത്. അന്ന് കുറേ വർഷം ഇന്നസെൻ്റ് എന്ന് പറയുന്ന അദ്ദേഹം പ്രസിഡന്റ്, ഇന്നസെൻ്റ് അങ്കിൾ പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്തും സെക്രട്ടറി ആയിട്ട് ഇടവേള ബാബു ഇരുന്ന സമയത്തും ലാലേട്ടനും മമ്മൂക്കയും ഇപ്പം ചാക്കോച്ചനും എല്ലാവരും ഉണ്ടായിരുന്ന സമയത്തൊന്നും അത് എത്ര ഭംഗിയായിട്ടാണ് അവിടെ നടന്നുകൊണ്ട് പോയത്. ഒരു ഈഗോയോ സുപ്പീരിറ്റി കോംപ്ലക്സോ അതൊന്നും ഇല്ലാതെ പരസ്പരം ഉത്തരവാദിത്തോടെ, പരസ്പരം ചേർന്ന് നിന്ന് അച്ചടക്കത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, പരസ്പര സ്നേഹത്തോടെ ഉണ്ടായിരുന്നതായിരുന്നു. ആദ്യമായിട്ടാണ് 31 വർഷം കഴിഞ്ഞപ്പം ഈ ഒരു ഇവർ വന്ന ശേഷം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകൾ വന്നുകൊണ്ടാണ്
ഇവിടെ സ്ത്രീകളുടെ കുഴപ്പമല്ല, കുറച്ച് അല്ല ശ്രീമതി മായ വിശ്വാസം, ഞാൻ അതിലൊരു തിരുത്തൽ വരുത്തിക്കോട്ടെ. ഇപ്പോൾ താങ്കൾ കുറെ ആളുകളുടെ പേര് പറഞ്ഞു, അവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഭംഗിയായിട്ട് വിശ്വനാഥ് എന്റെ അച്ഛനാണ്. ശരി മായ, അതിനകത്ത് താങ്കൾ പറയുകയുണ്ടായി ഇതിപ്പോൾ ഇത്രയും ആളുകളൊക്കെ ഉള്ള സമയത്ത് എന്ത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് അമ്മ എന്ന്. പക്ഷേ അവര് കുഴപ്പമാണ്, ആകെ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കണ്ടുകൊണ്ടല്ലേ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ജനാധിപത്യ സ്വഭാവം സംഘടനയ്ക്കുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നു അവരായിരുന്നു നല്ലതെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയാണല്ലോ പുതിയ ആളുകൾ ചുമതലയേറ്റത്. അങ്ങനെയാണല്ലോ പുതിയ ആളുകൾ അഭിപ്രായങ്ങൾ കാണും. പുതിയ ആൾക്കാർ ഒരിക്കലും അല്ല. പുതിയ ആൾക്കാർ ഞാൻ പറഞ്ഞത് ഇന്നസെന്റ്, ഇടവേള ബാബു, കുറേ പേരുടെ കാര്യം പറഞ്ഞത്. ഞാൻ ഒരിക്കലും സ്ത്രീകൾ വേണോ, എനിക്ക് സ്ത്രീ പുരുഷന് വേർതിരിവ് എനിക്കില്ല. ഒരു സ്ത്രീയാണ്, അൻസിബെ പോലൊരു സ്ത്രീയാണ് ഇതിൻ്റെ അകത്തുള്ള അഴിമതികൾ പലതും പുറത്തു കൊണ്ടുവന്നത്. അതെന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇപ്പം തിരഞ്ഞെടുത്ത ചില വ്യക്തികൾ, ആ വ്യക്തികളാണ് ഇതിനെ ഇപ്പോഴും നാറ്റിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നവർ മോശമാണെന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞു. അന്നും ഇന്നും ഞാൻ പറയുന്ന നിലപാട് ഒറ്റ ഇത് തന്നെയായിരുന്നു. ഇന്നസെന്റ് അങ്കിൾ തന്നെയായിരുന്നു ഇവിടെ ഏറ്റവും നല്ലൊരു പ്രസിഡന്റ് എന്ന് ഞാൻ പറയും. അത് ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഇനിയും പറയും. അല്ലെങ്കിൽ അതിനെ പോലെ അല്ലെങ്കിൽ അതുക്ക് മേലെ നിൽക്കുന്നൊരു വ്യക്തി വരട്ടെ പ്രസിഡന്റായിട്ട്, അപ്പം ഞാൻ പറയാം അല്ല ഇന്നസെന്റ് അങ്കിൾ അല്ലായിരുന്നു, ഇദ്ദേഹമായിരുന്നു എന്ന്. പക്ഷേ ഈ പറയുന്ന ഈ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ അവർ അമ്മയിലെ അംഗങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വന്നവരാണല്ലോ. ഇപ്പോൾ ഒരു പാനൽ എന്ന രീതിയിലല്ല എങ്കിൽ കൂടിയും അവരെല്ലാവരും വോട്ട് ചെയ്ത്, നിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വന്നവരാണ്. അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ അങ്ങനെ വന്നത്. അന്ന് ഞാൻ അവർക്ക് വോട്ട് എടുത്തിട്ടില്ല. ഞാനല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ വോട്ടിട്ട് ജയിപ്പിച്ചതാണെന്ന്. ഞാൻ അവർക്ക് വോട്ട് കൊടുത്തിട്ടില്ല. കാരണം അവരവിടെ വന്നിരുന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ദീർഘവീക്ഷണം നേരത്തെ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ അടുത്ത സൗഹൃദങ്ങളോടും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ചില ആൾക്കാർക്ക് അവർ വേണം. ഞാൻ ജഗദീഷ് ചേട്ടൻ അമ്മ പ്രസിഡന്റ് നോമിനേഷൻ പിൻവലിക്കാൻ പോകണമെന്ന് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇത് പിൻവലിക്കില്ല പ്ലീസ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അവിടെ ഇപ്പം എനിക്ക് സംശയമുണ്ട്, ഇപ്പം ഇരിക്കുന്ന പ്രസിഡന്റ് എന്തൊക്കെയോ കളികൾ കാരണമാണ് അവർ പലവരടുത്തും പല കഥകളാണ് ജഗദീഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ആ ഒരു കോൺട്രവേഴ്ഷ്യൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം നോമിനേഷൻ പിൻവലിച്ചത്. അതിൻ്റെ മെയിൻ ആള് ഇപ്പോഴത്തെ ഇരിക്കുന്ന പ്രസിഡന്റാണ്. നമുക്ക് തന്നെ അറിയാം, ഇലക്ഷൻ്റെ എനിക്കൊരു 2 മാസമായിട്ട് തുടങ്ങിയ ഒരു സംശയമാണ്. ഇലക്ഷൻ്റെ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളെല്ലാം കണ്ടതാണ്, നിങ്ങളും കൊടുത്തത്, ഒരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവർക്കെതിരെ കൊടുത്ത്. ഇപ്പം എനിക്കൊരു 2 മാസമായിട്ട് തുടങ്ങിയ ഒരു വലിയൊരു ഡൗട്ടാണ്, അത് ഇവർ തന്നെ ചിത്രീകരിച്ചൊരു കഥാപാത്രമാണോ? ഇവർക്ക് ഇതിൻ്റെ അകത്ത് ജയിക്കണം, സഹതാപ വോട്ട് നേടണം. അതിൽ ഞാൻ പോലും പെട്ടുപോയിട്ടുണ്ട്. ഞാൻ പോലും ഒരു ചാനലിൽ ചർച്ചയിൽ വിനുചേട്ടൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിച്ചത്. അന്ന് ഇവർ കുറേ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കരച്ചിൽ ബഹളം. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച ശേഷം ഇവരും ഹസ്ബൻഡും പറയുന്നു അയാൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകണം 3 കോടി രൂപയ്ക്ക്. ഇവർ ജയിച്ചു കഴിഞ്ഞ ശേഷം ഈ മാർട്ടിൻ എവിടെ പോയി, ഈ കേസ് എവിടെ പോയി? ഇതൊക്കെ ഡൗട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവർ രാജിവെച്ച് പോകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ രാജിവെക്കുന്നില്ല, ഇനി എനിക്ക് വേണം. ഇതിൽ അമ്മയിലെ ഭൂരിഭാഗം അംഗങ്ങളും ഈ ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടാൻ കൈയടിച്ച് പാസ്സാക്കിയപ്പോൾ എന്തിനാണ് ഇവർ പിന്നെയും കയറി വരുന്നത്? പക്ഷെ അവർ പറയുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ പിന്തുണ ശ്വേതാ മേനോൻ പറയുന്നത് അവർക്കുണ്ട് എന്നാണ്. ഇതിന്റെ അകത്തുള്ള ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. മമ്മൂക്കെ ലാലേട്ടനോ ചാനൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരെവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടോ? ശ്വേത ചേച്ചി പലതും പറയും. കാരണം അവർക്ക് പോലും ഈ ശ്വേത ചേച്ചി എടുത്ത് സംസാരിക്കാൻ പേടിയാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ രീതിയിൽ ഇത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളിലും ഇത് കയറ്റിവിടും. അവർക്കൊക്കെ ഫാമിലി ഉണ്ട്, അവരൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ട്. കാരണം ഇന്ന് ആ വ്യക്തി അതാ ചെയ്യുന്ന. രമേശ് പിഷാരടി എന്ന് പറയുന്ന പാലക്കാട് MLA അദ്ദേഹം എന്താണ് ചെയ്തത്? ഇവരുടെ സൗഹൃദ സംഭാഷണം
അവരുടെ അടുപ്പം കാരണം സംസാരിച്ച് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ അനുവാദമെല്ലാം റെക്കോർഡ് ചെയ്യണത് എന്തൊരു തെറ്റാണ്, എത്ര മേച്ചളമായ ഒരു കാര്യമാണ്. അതിനെ ഞാൻ ചാനലിൽ കൊടുക്കുന്നു എൻ്റെ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ട്, അത് കോടതിയിൽ കൊടുത്തിട്ട് ഞാൻ പിന്നെയും അവിടെ വന്ന് ഇരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഇല്ലാതെ ആ കസേരയിൽ വന്നിരിക്കുമോ? ആ കസേരയിൽ എന്തെങ്കിലും ലാഭങ്ങളില്ലാതെ, അല്ലെങ്കിൽ ഇവരുടെ പിറകിൽ ആരാണ് ഇവരെ തന്നെ പിന്നെയും മുന്നോട്ട് കൊണ്ടുവന്നത്, അതാണ് അറിയേണ്ടത്. അല്ല, മായയും പിന്നെ മായയുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പറയുന്ന ഈ മാല പാർവതി ഉണ്ട്, മായ വിശ്വനാഥ് ഉണ്ട്, അൻസിബയുണ്ട്, ഉഷയുണ്ട്. മായയുടെ കൂടെ ഞങ്ങളൊന്നും ഞങ്ങളുടെ ഒരു മിനിറ്റ് ഞങ്ങൾ ഒരു ഗ്രൂപ്പൊന്നും അല്ല, ഞങ്ങളുടെ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണ്. നിങ്ങൾ ഗ്രൂപ്പായിട്ടാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത്, ഗ്രൂപ്പായിട്ടാണല്ലോ. ശ്വേതാ മേനോൻ ഞങ്ങളുടെ പേരുകൾ ഒരു വാർത്താ സമ്മേളനം വന്ന് ഇരുന്നുകൊണ്ടൊരു ഗ്രൂപ്പ് ആവണമെന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയുന്ന ഒരേ കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്ന ഒരേ കാര്യങ്ങൾ. ശ്വേതാ മേനോനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വലിച്ചഴിച്ച് പണം ഒരേ കാര്യങ്ങളല്ലല്ലോ പറഞ്ഞത്. പിന്നെ ശ്വേതയ്ക്ക് ഞാൻ പറയട്ടെ, ന്യായമില്ലാത്ത ഒരു കാര്യത്തിന് എതിരല്ലാതെ പിന്നെ സപ്പോർട്ട് ചെയ്യണോ? നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഞാൻ ശ്വേതയെ സപ്പോർട്ട് ചെയ്യണോ? ശ്വേത ചേച്ചിയെ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ സത്യത്തിൻ്റെ ഭാഗത്തിന് ന്യായത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. കാരണം അമ്മ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എത്ര പേരുടെ കഷ്ടപ്പാടുകളാണ്, എത്ര അമ്മമാർക്കാണ് കൈനീട്ടം കൊടുക്കുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഒരു അഭിനേതാക്കളുടെ ഓർഗനൈസേഷൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? എത്ര നല്ല കാര്യങ്ങളാണ്, എത്ര വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നസെന്റങ്ങളും ഇടവേള ബാബുചേട്ടനെ, ലാലേട്ടനൊക്കെ ഇനിയപ്പോൾ എന്ത് വേണമെന്നാണ് മായ പറയുന്നത്? ഇനി എന്ത് വേണമെന്നാണ് പറയുന്നത്? ഇനി എങ്ങനെ ഈ സംഘടനയെ നന്നാക്കാം? ഇപ്പോൾ തന്നെ അത് ഞാൻ പറയുന്ന ഒരു പരമാവധി ആയല്ലോ. ഒരു ഇലക്ഷൻ വരണം. അല്ലല്ല, വലിച്ചഴിച്ചപ്പെട്ടത് നടു റോഡിലേക്ക് കൊണ്ടിട്ടതാരാണ്? ഞങ്ങൾ അംഗങ്ങൾ ആരെങ്കിലും ആണോ? ഇതിന്റെ പ്രസിഡന്റ് തന്നെയാണല്ലോ വലിച്ചഴിച്ച് നടു റോഡിൽ കൊണ്ടിട്ടത്. പുറത്ത് ആരുമില്ല. ഇതിന്റെ അകത്ത് തീർക്കേണ്ട പ്രശ്നങ്ങൾ എന്തിനാണ് ഇവർ പുറത്ത് കൊണ്ടുവന്ന് നാറ്റിപ്പിക്കുന്നത്? അതാണ് ചോദ്യമുള്ളത്. ശരി, ശ്രീ ബിനു കിരിയത്ത്, അങ്ങനെയാണോ? ഇതിപ്പോൾ ഒരു പക്ഷം മാത്രമാണോ ഇതിനകത്ത് ഉത്തരവാദികൾ? എന്തായാലും അമ്മ എന്ന സംഘടന ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു നാണം കെട്ട സംഘടന എന്ന രീതിയിലേക്കായിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവരുടെ ഈ കേൾക്കാൻ നല്ല രസമുണ്ട്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പരസ്പരം ആരോപണങ്ങളായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനും അപ്പുറം ഈ പൊതുസമൂഹത്തിന് മുന്നിൽ തൊലി ഉരിഞ്ഞു നിൽക്കുകയല്ലേ ഇപ്പോൾ അമ്മ സംഘടന? ഇത് ഞാൻ അമ്മയിലെ മെമ്പറല്ല, ഞാൻ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഫിഫ്കയുടെ മെമ്പറാണ്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ടെക്നീഷ്യൻസിനേക്കാൾ താരങ്ങളെന്ന് പറയുന്നത് ജനഹൃദയങ്ങളിലാണ് വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇപ്പം ഇവരൊരു ഷോ വച്ചാൽ പോലും ജനം കൂവി ഇവരെ നാറ്റിക്കും. കാരണം അത്രയ്ക്ക് നാറിയിരിക്കുകയാണ് ഈ പരസ്പര വിഴുപ്പലക്കൽ കൊണ്ട്. എന്താണ് നേടുന്നത്? ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സംഘടനകളുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ സംഘടനയ്ക്കുള്ളിലാണ് പറയാറ്. ഇതിപ്പോൾ ആരെങ്കിലും ഒരാളൊരു ക്യാമറയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായിട്ടും ഇന്ന പ്രശ്നങ്ങളുണ്ട്. വ്യക്തിഹത്യ നടക്കുമ്പോഴാണ് അത് ആജീവനാന്ത ശത്രുതയിലേക്ക് മാറുകയാണ്. പരസ്പരം ഒരു പക്ഷത്തെ പിന്തുണയ്ക്കാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷത്തെ പിന്തുണയ്ക്കാൻ തോന്നുന്നില്ല. കാരണം രണ്ട് പക്ഷങ്ങളും പരസ്പരം കൊണ്ട് നിൽക്കുകയാണ്. അതിപ്പോൾ അപ്പോൾ മായ ചോദിക്കുന്നുണ്ടായിരുന്നു, ശ്വേതയെ പിന്തുണയ്ക്കണോ ഞാൻ, എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന്. ഞാൻ ഒരിക്കലും ശ്വേതയെ പിന്തുണച്ചിട്ടില്ല. ശ്വേതാ മേനോൻ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മറുപക്ഷത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. ഇതിൽ ജാതി മത കാര്യങ്ങൾ കൂടി കൂട്ടിക്കുഴയ്ക്കുന്നു എന്നുള്ളതാണ്. വർഗീയത പറയുകയാണ് സിനിമാ നടന്മാരുടെ സംഘടനയിലെ അംഗങ്ങൾ. നോക്കൂ, ഇതിൻ്റെ മെയിൻ അജണ്ട അത് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അറിഞ്ഞോ അറിയാതെ ആരൊക്കെ അതിനകത്ത് ചെന്ന് വീണു പോകുന്നതാണ്. നോക്കൂ, ശ്വേതയാണോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്താണ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് മായ പറഞ്ഞ പോലെ ഒരു ജനറൽ ബോഡി കൂട്ടിയിട്ട് ഇതിനൊരു തീരുമാനം എത്തിയിട്ട് ഒരു സ്ട്രിക്റ്റായിട്ടൊരു കണ്ടീഷൻ വയ്ക്കണം. പുറമേ ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും ഈ യൂട്യൂബേഴ്സ് വരുമ്പോൾ അവരുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ ആക്ഷേപം മാത്രമല്ല. നമുക്ക് ഇന്ന് തന്നെ വിഷാരടിയുടെ ഒരു മെസ്സേജ് കണ്ടു നമ്മളല്ലേ, രണ്ട് ശ്വേതയും തമ്മിലുള്ള, അതൊക്കെ വളരെ മോശമാണ്. ഇത് ആർക്കാണ്? ഇൻഡസ്ട്രിക്കാണ്. ഇവർക്കത് ഇതിനൊക്കെ കൈയൊഴിഞ്ഞു പോകാം. അത്തരം പ്രവണതകളോട് ഞാനും ഒട്ടും യോജിക്കുന്നില്ല. ഇതിനകത്തുള്ള ഇൻറ്റേർണൽ മാറ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അതിനകത്തുള്ളവർ തീർക്കുക. പിന്നെ ഒന്ന് ഞാനിപ്പോഴും പറയുകയാണ്, ഇതൊന്നും ഇല്ലെങ്കിലും നാളെ സൂര്യൻ ഉദിക്കും. ഇതൊന്നും ജനങ്ങൾക്കിതൊന്നും ഒരു മാറ്ററല്ല, ഒരു പരിധി വരെ. അത് കഴിഞ്ഞാൽ അവരും സഹികേട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നാറിയിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഇത് തീരില്ല. ഇത് എത്രയായാലും ഈ പറഞ്ഞ പോലെ സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് പറഞ്ഞ പോലെ
നമുക്കറിയാം ജയലളിതയും ശശികല അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഒരു കാലവും അവർ പിന്നെ ഒന്നിക്കാൻ പോകുന്നില്ല. അത് ദയവ് ചെയ്ത് ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒന്നിച്ച് കാരണം ഒരുപാട് പേരുടെ അന്നമാണ്. ഇപ്പോൾ ശ്വേതാ മേനോന് 70 ലക്ഷം രൂപ ഒരു സംഘടന കൊടുത്തതിൻ്റെ പേരിൽ അതൊരു ഹിന്ദു അമ്പലത്തിൽ നിന്നാണെന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, നമുക്ക് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പണം തരുന്നത് അവരുടെ മതം ഒന്നും നമ്മൾ നോക്കാറില്ല, സ്വീകരിക്കുക. കാരണം അത് നിങ്ങൾ ഈ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന താരങ്ങളല്ലാതെ 1500 രൂപ തികച്ച് കണ്ടിട്ടില്ലാത്ത താരങ്ങളും ഉണ്ട്. അവർക്ക് കിട്ടുന്ന അന്നത്തെ മുടക്കരുത്. അത് മാത്രമല്ല, അവിടെ ജാതി മതവും മാത്രമല്ല രാഷ്ട്രീയവും കലർത്തുകയാണ്. ഇപ്പോൾ അമ്മ സംഘടനയെ BJP പിടിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. BJP നേതാവ് അതിനെതിരെ വാർത്താ സമ്മേളനം നടത്തുന്നു, വെല്ലുവിളികൾ വരുന്നു. അപ്പോൾ ജാതി, മതം, രാഷ്ട്രീയം ഇതെല്ലാം അമ്മ സംഘടനയിലേക്ക് കലർത്തുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ എങ്ങനെ കാണുകയാണ് ഇപ്പോൾ അമ്മ സംഘടനകളിൽ നടക്കുന്ന ഈ പോർവിളിയെ? വളരെ വേദന തോന്നുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ, ഞാനൊരു പ്രേക്ഷകനാണ്, നമ്മൾ അമ്മേനെ എല്ലാവരെയും ആരാധിക്കുന്നവരാണ്. ശ്രീമതി മായ വിശ്വനാഥ് അടക്കം, ഞാൻ മാഡം പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. വളരെ ന്യായത്തോടു കൂടി നിൽക്കുന്നതാണ്. പലപ്പോഴും ഈ പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടടക്കം വരുമ്പോഴും മായാജി സംസാരിക്കാറുണ്ട്. അപ്പോൾ അമ്മയുടെ ഉള്ളിലെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് പോലെ അത് അമ്മയ്ക്കുള്ളിൽ പരിഹരിക്കണം. നേരത്തെ മായാജി ഒരു പോയിന്റ് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. നമ്മൾ പലപ്പോഴും ഇതിന്റെ മഹത്വം തിരിച്ചറിയാറില്ല. 5000 രൂപയോളം 101 പേർക്ക് വെച്ച് എല്ലാ മാസവും കൈനീട്ടം കൊടുക്കുന്നു. ഒരു വർഷം 60 ലക്ഷം രൂപയിലധികം അമ്മ അങ്ങനെ ചാരിറ്റി തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ നടികർ സംഘമുണ്ട്, അവിടെ സീറ്റ ഉണ്ട്, പിന്നെ മാ ഉണ്ട് തെലുങ്കില്. ഇവർക്കെല്ലാം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യം നമ്മുടെ കൊച്ചു കേരളത്തിലെ അമ്മ ചെയ്തെടുത്തു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2020 പോലൊരു സിനിമ, ദിലീപേട്ട പ്രൊഡ്യൂസ് ചെയ്ത 2020 പോലൊരു സിനിമ, ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സിനിമ എടുക്കാൻ മറ്റൊരു ഇൻഡസ്ട്രിയിലെ ആൾക്കാർക്കും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഇടയിൽ ഒരു കുടുംബം പോലെ നിൽക്കുന്ന എല്ലാവരുടെയും കാര്യവും അതിന്റെ ലീഡർഷിപ്പുമാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിന്റെ അറിയുന്നതുകൊണ്ട് പറയുക. ഇടവേള ബാബു ചേട്ടനും ഇന്നസെന്റ് സാറും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് നല്ല സംഘാടന മികവുണ്ട്. അതായത് അഭിനയം വേറെ, സംഘാടന മികവ് വേറെ, ഇത് രണ്ടാണ്. അപ്പൊ സംഘാടന മികവുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ എല്ലാരെയും കോർഡിനേറ്റ് ചെയ്ത് പോവാം. പല അഭിപ്രായവും എല്ലാ സംഘടനയിലും ഉണ്ടാകും. പക്ഷെ ഈ സംഘാടന മികവുള്ള ആളുകൾ വേണ്ട എന്ന് തീരുമാനിച്ചത് ഇവർ തന്നെയല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? ഇത് വെറുതെ വന്നതല്ലല്ലോ, അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നതാണല്ലോ. അപ്പോൾ അന്ന് ഏറെ കൊട്ടിഘോഷിച്ചതാണ് സ്ത്രീകൾ വരട്ടെ അധികാരത്തിലേക്കെന്ന്. അന്ന് സ്വയം പിന്മാറിയ ആളുകളും കൂടിയുണ്ട്. അന്ന് മത്സരിച്ചവർ അപഹാസ്യരാവുകയായിരുന്നു ചെയ്തത്. സ്ത്രീകൾക്കെതിരെ നിങ്ങൾ മത്സരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതും താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. അല്ല, ഞാനൊരു പുരുഷ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ സ്ത്രീകൾ തലപ്പത്തേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്യണം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറച്ച് ബയസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതില്ല നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ സഹോദരിമാർ, നമ്മൾ ആരാധിക്കുന്ന സ്ത്രീകൾ, ഇവരെല്ലാം സംഘടനയിലേക്ക് മുമ്പോട്ട് വരണം. ഏത് വിഭാഗത്താണെങ്കിലും, ഏത് ഗ്രൂപ്പ് ആണെങ്കിലും, അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൂടാ, അവരുടെ ഏത് അഭിപ്രായമാണെങ്കിലും. ശ്വേതാ മേനോൻജി ഇതാ ബോളിവുഡിലടക്കം അമീർ ഖാൻമാരോടൊപ്പം അഭിനയിച്ച വ്യക്തിയാണ്. ശ്രീമതി കുക്കു പരമേശ്വരൻ ഒരുപാട് വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള വളരെ റെസ്പെക്റ്റഡ് ആയിട്ടൊരു ഫിഗർ ആണ്. രണ്ട് പക്ഷം എന്ന് പൊതുവെ പറയപ്പെടുന്നതിലും വ്യത്യസ്ത എന്താ പറയണേ, നന്മയുള്ള പൊതുസമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ നിൽക്കുകയാണ്. അവിടെയാണ് ഈ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഉള്ളിൽ തന്നെ തീർക്കണം. ഇപ്പം അൻസിബ ആണെങ്കിൽ നമുക്കെല്ലാം ദൃശ്യത്തിലൂടെ, ശരിക്കും അൻസിബയുടെ ക്യാരക്ടറാണല്ലോ ലാലേട്ടന്റെ ജോർജ് കുട്ടിയുടെ ജീവിതം. ആഭ്യന്തര തർക്കമാണെങ്കിൽ അത് പരിഹരിക്കാമായിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വ്യക്തിപരമായ തർക്കങ്ങൾ വരികയാണ്. ഇത് സംഘടനയിലെ തർക്കമല്ല ശ്രീ രാഹുൽ ഈശ്വർ, നമുക്കത് ബോധ്യം വന്നിട്ടുണ്ടല്ലോ. ഇത് വ്യക്തിവൈരാഗ്യങ്ങൾ പോലും അതിൽ പ്രതിഫലിച്ചിരിക്കുകയാണ്. ജാതി മതം ഇത് പ്രതിഫലിച്ചിരിക്കുകയാണ്. അതെങ്ങനെ പരിഹരിക്കപ്പെടും? അത് ശരിയായില്ല. നമ്മുടെ കലാരംഗമാണ് ഒരുപക്ഷെ ഏറ്റവും സെക്യുലറെന്നോ ബഹുസ്വരമെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന സ്പേസ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആരോപണങ്ങൾ, ഞാൻ ഇതിലെ പെട്ട ചില ആൾക്കാരോട് വ്യക്തിപരമായി തന്നെ സംസാരിച്ചിരുന്നു, ദീർഘമായ സംസാരങ്ങൾ എടുത്തിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നത്ര ജാതിയോ മതമോ ഇൻവോക്ക് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക നമ്മുടെ സഹോദരിക്ക് അവരുടെ മൊബൈലിൽ മറ്റൊരു വളരെ പ്രമുഖയായ നടി മെസ്സേജ് അയച്ചു. അത് അവരുടെ ഹസ്ബൻഡ് കണ്ടു, അത് പ്രശ്നമായി, അവർ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇപ്പൊ അതിനെതിരെ കേസ് വന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിവിരോധവും വ്യക്തിവൈരാഗ്യവും ആയിപ്പോയി. ശരിക്കും ചെയ്യേണ്ടത് ലാലേട്ടനും മമ്മൂക്കയൊക്കെ വിളിച്ച്, വളരെ സീനിയറായ ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയൊക്കെ വിളിച്ച് ഒരു സമവായ ചർച്ച നടത്തി ഇത് എങ്ങനെങ്കിലും ഒന്ന് പരിഹരിക്കണം എന്നൊരു ലെവലിലേക്ക് വരണം. രണ്ട്, ശ്രീ രമേശ് പിഷാരടി നമുക്ക് എല്ലാം അറിയാം, തമാശ പറയുന്നതാണ്, വളരെ കൂളായി സംസാരിക്കുന്നതാണ്. ശ്രീ രമേശ് പിഷാരടിയുടെയും ശ്രീമതി ശ്വേതാ മേനോന്റെയും ആ വോയിസ് വന്നത് ഒട്ടും ശരിയായില്ല. അതൊക്കെ വളരെ മോശമാണ്. അവർക്കിടയിൽ ഒരു തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ, ചില വാക്കുകൾക്ക് ദ്വയാർത്ഥ പ്രയോഗം വെച്ചൊക്കെ വരുന്നതും. തമാശയ്ക്ക് രമേശ് പിഷാരടി അറിയാം, വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ഈ തമാശയും മറ്റേ ഇന്റലിജന്റ് ആയിട്ട് ജോക്സ് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ വന്നത് വിഷമകരമാണ്. ഇതിൽ ഒരു പക്ഷത്തെ സപ്പോർട്ട് ചെയ്യല്ല, രണ്ട് പക്ഷത്തെയും നമ്മൾ എല്ലാവരും പിന്തുണയ്ക്കണം. അവർക്ക് രണ്ടു പക്ഷത്തെയും പിന്തുണയ്ക്കാനല്ല, തള്ളിപ്പറയാനേ തോന്നുകയുള്ളൂ. ശ്രീരാ, താങ്കൾ പിന്തുണച്ചോളൂ, പക്ഷെ പൊതുസമൂഹത്തിന് അങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റുകയില്ല. കാരണം അത്രയും മോശമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പിന്തുണയ്ക്കാമായിരുന്നു. ആ തർക്കങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. ഇപ്പോൾ അതുപോലും പറ്റുന്നില്ല ശ്രീ രാഹുൽ ഈശ്വർ. ഇപ്പോൾ രത്നകുമാർ പല്ലിശ്ശേരി,
കാര്യം. സിനിമ ലേഖൻ ഇവിടെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, വേറൊന്നും കൊണ്ടല്ല. ഇവരെ കരിവാരിത്തേക്കാൻ എളുപ്പമാണ് പലപ്പോഴും. ആര് കരിവാരി തേച്ചു? താങ്കൾ അങ്ങനെ പറയരുത്. ആര് കരിവാരി തേച്ചു? അവർ തന്നെ പരസ്പരം കരിയെടുത്ത് തേക്കുകയാണ്. അവർ തന്നെ പരസ്പരം കരിയെടുത്ത് തേക്കുകയാണ്. അത് വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടെ മുതിർന്ന താരങ്ങൾ, ഈ സൂപ്പർ താരങ്ങൾ മൗനം പാലിക്കുകയാണ്. നേരത്തെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ് അമ്മ സംഘടനയിൽ നടക്കുന്നതാണെന്ന് പറഞ്ഞൊരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. സാക്ഷാൽ മോഹൻലാൽ, ശ്രീ മഞ്ജുഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് വന്ന് മോഹൻലാൽ, ലാലേട്ടൻ സ്റ്റേജിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്, ഇന്നലെ വരെ നമ്മൾ ഒന്നായിരുന്നില്ലേ, ഇന്ന് ഞങ്ങൾ എങ്ങനെ അന്യരായി എന്ന്. ആ ലാലേട്ടൻ വേദനയോടെ, വിഷമത്തോടെ, ഇപ്പോൾ ആരാണ് ഇക്കാര്യത്തിൽ സംസാരിക്കേണ്ടത്? അവർ സംസാരിക്കുന്നില്ല. കളി കാണുകയാണ്, കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്. കാരണം അവർ ഒരു ഘട്ടത്തിൽ അപമാനിതരായി എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അന്നത്തെ മോഹൻലാലിന്റെ ആ സംസാരമൊക്കെ വന്നത്. ഈ സ്ത്രീകൾ ഈ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അവർ എവിടെ വരെ പോകും എന്ന് കാത്തിരുന്ന് കാണുകയായിരുന്നു ഇവരെല്ലാം. ഇത് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ശ്രീ രത്നകുമാർ പല്ലിശ്ശേരി, സിനിമാ ലേഖൻ, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പല്ലിശ്ശേരി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സിനിമാ രംഗത്തെ ഈ തമ്മിൽ തല്ലിനെ, അമ്മ സംഘടനയിലെ? രംഗത്തെ തല്ലിത്തല്ലിനെ കുറിച്ചല്ല. കാരണം ഇത്രയും വലിയൊരു സംഘടന അത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയപ്പോ അതിനുള്ളിൽ എന്ത് നടന്നാലും അതിൽ ഒരു രഹസ്യവും പുറത്തു പോയിരുന്നില്ല. ഇപ്പോ സിനിമയ്ക്കുള്ളിൽ ജാതിയും മതവും ഇല്ല എന്ന് പറഞ്ഞാലും അതെല്ലാം കൂട്ടിക്കൊഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നതാണ്. ഇത് പ്രശ്നം തുടങ്ങിയത് എപ്പോഴാ? കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് മുതലാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരാൾ മാത്രമാണ് എതിരില്ലാത്ത തെരഞ്ഞെടുപ്പ്, അൻസിബ മാത്രം. പക്ഷെ അന്ന് മുതൽ അൻസിബയെ കുരിശുമേറ്റാൻ വേണ്ടി ചില ശ്രമം നടന്നിരുന്നു. പൂർണ്ണ അധികാരത്തോടെ ഭൂരിപക്ഷം സ്ത്രീകളടങ്ങുള്ള കമ്മിറ്റി അധികാരത്തിൽ വന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ശരിയാവില്ല, ഇത് പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പലരും പരിഹസിച്ചു. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം നാറിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഞങ്ങളടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയോ മോഹൻലാലോ ഇടപെടണമെന്ന്. ഇനി അവർ പോലും ഇടപെട്ടാൽ പോലും പരിഹരിക്കാൻ പറ്റാത്ത വിധം ഈ പ്രശ്നം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ മുന്നില് ജാതിയും രാഷ്ട്രീയവും വന്നിരിക്കുന്നു. ഈ രണ്ടും രാജ്യത്തെ ഇതിലെ വലിയ ഭീകരതമായ പ്രശ്നങ്ങളാണത്. അൻസിബ രാജ്യദ്രോഹപരമായ കാര്യം ചെയ്തു എന്ന് ടിനി ടോം പറയപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രശ്നം രൂക്ഷമായി വന്നിട്ടുള്ളത്. അതൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അഭിമാനത്തിന് പോറേൽപ്പിച്ച കാരണം അതിപ്പോ കേസ് കോടതിയിലെത്തി. ആ കേസ് കോടതിയിലെത്തിയപ്പോൾ തന്നെ അനുബന്ധമായി കൊണ്ട് നടന്മാര് പരസ്പരം ചേരി തിരിഞ്ഞ് ഇപ്പൊ ഇത് യുദ്ധം എന്ന് പറയാൻ അടി കൊണ്ടിരിക്കുകയാണത് അല്ലേ? ശ്വേതാ മേനോൻ, ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു, മെമ്പർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു, ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി ഇവിടേക്കില്ല എന്ന് പറഞ്ഞു പോയ ശ്വേതാ മേനോൻ പിന്നെ തിരിച്ചു വന്നത് എന്തിനാണ്? ആര് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അപ്പൊ അവർ തനിച്ചല്ല, അവരുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ആരാണെന്ന് ഈ രംഗത്തെ സംഘടനയ്ക്കുള്ളിൽ പലർക്കും അറിയാം. രാഷ്ട്രീയവും ഉൾപ്പെടുത്തുകയാണല്ലോ. BJP ആണ് അവർ, BJP അമ്മ പിടിക്കാൻ പോവുകയാണ് എന്നുള്ള ആരോപണം വരുന്നുണ്ട്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള അത് പറയാം. BJP മാത്രമല്ല, അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. BJP എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ പറഞ്ഞുകൂടെ? കോൺഗ്രസിനെ പറയുമ്പോൾ ഇടതുപക്ഷത്തെ പറഞ്ഞുകൂടെ? അതൊക്കെ പറയാം. അങ്ങനെ വ്യക്തമായി പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. ഇപ്പൊ ചൂണ്ടിക്കാണിക്കാനുള്ള എന്താ? രണ്ട് സ്ത്രീകള്, രണ്ട് നടിമാര് BJPയുടെ ഈ മുന്നണിയിൽ മത്സരിക്കാൻ പോയി, ഒരാൾക്ക് സീറ്റ് കിട്ടി, ഒരാൾക്ക് വരില്ല. അതൊക്കെ അവരുടെ കാര്യം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ളിൽ രാഷ്ട്രീയം കലരാൻ പറ്റാത്ത രീതിയിലാണ് ആ സംഘടന കെട്ടുറപ്പ്. അത് ഇന്നവരെങ്ങനെ? ഞാൻ കുറെ ശ്രമിച്ചിട്ടുള്ള, പലരും ഇന്റർവ്യൂ ചോദിച്ചിട്ടുള്ള, അപ്പൊ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് ജാതിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ നടീനടന്മാരാണ്, ഇതിനേക്കുള്ളിലേക്ക് രാഷ്ട്രീയം കലർത്തില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് ആ സംഘടന കെട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ വൃത്തികെട്ട രീതിയിലേക്ക് ഈ സംഘടന നീങ്ങിയത് എന്നുള്ളതാണ്. ഇതിൽ കുറെ കോടികളുണ്ട്. കഴിഞ്ഞ സമരം പുതിയ ഭാരവാഹികൾ പോകുമ്പോൾ ഈ കോടികൾ നഷ്ടമുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പൊ ചോദിക്കാനും പറയാനും ആരുമില്ല. അതിലുപരി തന്റെ ഇടമുള്ള ആണുങ്ങള്, അങ്ങനെ പറയാൻ പറ്റില്ല, തന്റെ ഇടമുള്ള ആണുങ്ങള് ആ സംഘടന ഇല്ല. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നവരില്ല ഇവിടെ എന്നാലോചിക്കണം, ഇല്ലേ? ആരൊക്കെയാ? കുറച്ച് നടികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരെങ്ങനെ ചുടുചോര വാരി കുടിപ്പിക്കുന്നതിലേക്ക് പോകും. കുറച്ച് നടിമാരെന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന ആരാണ്? ഈ ശ്വേതയും ശ്വേതയുടെ കൂടെ ഉള്ളവരും അൻസിബ അടക്കമുള്ളവർ രംഗത്ത് വരുമ്പോഴും അവരെ പുറകെ രംഗത്ത് വരാത്തവരുണ്ട് ഇവിടെ. അപ്പൊ ഒരു വ്യക്തിയിലല്ല, പല വ്യക്തികളിലേക്ക് പല രീതിയിലാണ് ചേരിതിരിച്ചിരിക്കുന്നത്. ഇപ്പോ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന എന്താ? അൻസിബയും വന്നിരിക്കുക. അൻസിബയാണ് ഇത് ഏറ്റവും വലിയ കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്.
വ്യക്തിപരമായി എനിക്ക് സിബിയായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു സാധാരണ മാധ്യമ പ്രവർത്തകർ, ഒരു നടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ആ സംഘടനയ്ക്ക് ചെയ്ത നേട്ടങ്ങളെ കുറിച്ച് ആരും പറയുന്നില്ല. ഇപ്പോ അങ്ങനെ പറയേണ്ടതാണ്. ഈ സംഘടന ശക്തമായ ഒരു കഥാപാത്രം മാലാപാർവതി അടക്കമുള്ളവർ ഈ സംഘടന വരണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അന്ന് അവരത് കേട്ടില്ല. ഇന്ന് അവരെ പോലെ കുറച്ചു പേര് സംഘടനയ്ക്ക് വരണം. മാറിയ സാഹചര്യത്തിൽ ഈ സംഘടനയെ നയിക്കാൻ ഇപ്പൊ യോഗ്യര് KV ഗണേഷ് കുമാറാണ് പ്രസിഡന്റായി വരേണ്ടത്. KV ഗണേഷ് കുമാർ, ജഗദീഷ് വരണമെന്ന് ഞാൻ അഭിപ്രായമുള്ള ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ ബാബുരാജ് വരണമെന്ന അഭിപ്രായക്കാരാണ്. ഈ കമ്മിറ്റിയിൽ അൻസിയോ വരണമെന്ന അഭിപ്രായക്കാരാണ്. അങ്ങനെ തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി നിലവിൽ വന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇരിക്കട അവിടെ, ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് അവർ തയ്യാറാകുന്നില്ല. അവർ ആസ്വദിക്കുകയാണ്. ഇപ്പോ എന്തിനാണ് അവർ ഇങ്ങനെ ആസ്വദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു സംഘടന, 500 പേരുള്ള സംഘടന. താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക. മായയുണ്ട്, മായ വിശ്വനാഥ് ഉണ്ട്. മായ പലിശ്ശേരി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ BJPയുടെ തൊഴുത്തിൽ കെട്ടാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ച സമയത്ത് താങ്കളും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്ത് താങ്കളും ഉണ്ടായിരുന്നുവല്ലോ. എന്താണ് അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു ആക്ഷേപം വരാൻ കാരണം? അങ്ങനെ ശ്വേത ചെയ്തോ? ഞാനത് പറഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് തീർച്ചയായും. പക്ഷേ നേരത്തെയും സംഘടനയ്ക്കകത്ത് എല്ലാവർക്കും വ്യക്തിപരമായ പാർട്ടികളും കാണും, വ്യക്തിപരമായ മതങ്ങളും കാണും. ഇന്നസെൻ്റ് ആംഗിൾ ഒരു ക്രിസ്ത്യൻ ആയിരുന്നു, CPM ആയിരുന്നു. മമ്മൂക്കയും ഒരു മുസ്ലിമാണ്, CPM ആണ്. ലാലേട്ടൻ ഹിന്ദുവാണ്. ഇടവേള ബാബുച്ചേട്ടൻ കോൺഗ്രസ് ആണ്, ഹിന്ദുവാണ്. ചാക്കോച്ചനൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നുമില്ലാത്ത രാഷ്ട്രീയവും മതവും ഇപ്പം എന്തിനാണ്? കലാകാരന്മാർക്ക് രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ഒരു സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കലാകാരന്മാരുടെ സംഘടനയ്ക്കകത്ത് ഇത് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അതിൻ്റെ ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത എന്തിനാണ് ബാക്കി ഒരു 2 രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനെതിരെ സപ്പോർട്ടായിട്ടോ മൈനസായിട്ടോ പ്ലസ് ആയിട്ടോ സംസാരിക്കുന്നില്ല. ഒരു പാർട്ടിയുടെ ആൾക്കാർ മാത്രം എന്തിനാണ് ഇതിൻ്റെ അകത്ത് വന്ന് സംസാരിക്കുന്നത്? അതിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം അവരാരും ഇതിൻ്റെ അകത്ത് അംഗങ്ങളല്ല. പിന്നെ എന്തിനാണ് അവർ വന്ന് ഇങ്ങനെ കോരമായി സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം പെട്ടെന്ന് ശ്വേത ചേച്ചി പറയുന്നു, ഞാൻ കോൺഗ്രസ് കുടുംബമാണ്, എനിക്ക് കോൺഗ്രസ്, എന്നാൽ കോൺഗ്രസിൻ്റെ അല്ല, BJP അല്ല, CPM അല്ല എന്ന് അന്ന് ജനറൽ ബോഡി മീറ്റിങ്ങിൽ മൈക്ക് കൂടെ പറഞ്ഞതാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി എന്നെ BJP ആക്കിയില്ലേ, അതുകൊണ്ട് ഞാൻ BJPയിൽ അംഗത്വം എടുക്കാൻ പോവുകയാണ്. ഇതെന്താണ് മനസ്സിലാവുന്നില്ല. ഒരു നിലപാട് വേണ്ടേ ഒരു വ്യക്തിക്ക്? ഇവർ 2022 മുതൽ ശ്വേത ചേച്ചി ഞങ്ങളുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ കയറി സ്റ്റേജിൽ പറയുന്നുണ്ട്, ലാലേട്ട അടുത്ത വർഷം ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആവും, ലാലേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ മത്സരിക്കും. അന്ന് ലാലേട്ടൻ പറഞ്ഞു, പിന്നെ എന്താ ഓൾവേസ് വെൽക്കം ശ്വേത എന്ന് പറഞ്ഞു. അപ്പം അവർ കുറേ വർഷമായിട്ട് ഈ കസേരയിൽ നോട്ടമിടയാണ്. എന്തെങ്കിലും ലാഭം ഇപ്പം തന്നെ അവർ രാജിവെച്ച് പോയി എന്ന് പറഞ്ഞു. ആരാണ് പിന്നെയും ഇവരെ ഇവിടെ കയറ്റെടുക്കാൻ ലാഭം ഉണ്ടായിട്ട് ഇവർ തിരിച്ചു വന്നത്? എന്തിനാണ് ഈ ഒരു ചോദ്യം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ പലർക്കും അത് പറയാനുള്ളൊരു ധൈര്യമില്ല. അല്ലെങ്കിൽ അവർ എന്തിനാണ് നമ്മൾ വലിച്ചഴക്കുന്നത്? ആരെങ്കിലും ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും കാണും. ഇവരെ ആരെങ്കിലും ഏൽപ്പിച്ച്, തീർച്ചയായും ഇവരെ ആരെങ്കിലും എടുത്ത് വാഗ്ദാനങ്ങളിൽ ചെന്ന് പെട്ട് കാണും. അവരിപ്പോൾ പറഞ്ഞു കാണും, നമുക്കും അത് അറിയില്ല. അതിൻ്റെ സത്യമാണ് പുറത്തു വരേണ്ടത്. കാരണം ഇവരെന്തിനാണ് എല്ലാം പോയി നാഷണൽ ചാനൽ വരെ ഞാൻ അംഗത്വം വരെ രാജിവെച്ചു എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ എന്തിനാണ് വന്ന്? നമ്മൾ തെറ്റായാലും ശരിയായാലും നമ്മളൊരു നിലപാടിൽ നിൽക്കുക. അതാണ് ഒരു വ്യക്തിത്വമുള്ളൊരു വ്യക്തിയുടെ ഒരു പവർ എന്ന് പറയുന്നത്. ഇവരെന്താണ് കാണിക്കുന്നത്? ഒരു നിലപാടില്ലാതെ ഒരു കാറ്റത്ത് ചാഞ്ചാടുന്ന ഇല പോലെയായി. അങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കാറ്റടിച്ച് ഇങ്ങോട്ട് പോകും. ഒരു നിലപാടില്ലാത്തൊരു പ്രസിഡൻ്റാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പലരും സങ്കടപ്പെട്ട് ഈ വ്യക്തിയെടുത്ത് ചെന്ന് പല ഇമോഷണൽ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കാം. ആ ഇമോഷണൽ ചിലപ്പം പല കാര്യങ്ങൾ പറയുമായിരിക്കും. ഇതൊക്കെ ഇവർ റെക്കോർഡ് ചെയ്തിട്ട് നാളെ നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെ നമ്മൾ ഇവരെ വിശ്വസിക്കും? ഞാൻ തന്നെ അമ്മയിലെ ഒരു മെയിൽ അയച്ചിരുന്നു ഞങ്ങളുടെ കുടുംബസംഗമം കഴിഞ്ഞിട്ട്. അതെങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനലിന് കിട്ടിയത്? ഇത് ഞാൻ പ്രസിഡന്റ് ശ്വേത ചേച്ചിയെടുത്ത് ചോദിച്ചതാ. എനിക്കറിയാം ഇത് ആരാണ് മായ മോളെ, എന്നെ മോളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ആരാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു ചേച്ചി അത് പറയൂ. അത് ഞാൻ പറയില്ല.
അതെന്തുകൊണ്ടാണ്? കാരണം ഞങ്ങളുടെ ഫസ്റ്റ് സംഘടനയുടെ മീറ്റിംഗ് ഇവരുടെ കമ്മിറ്റി വന്നപ്പോൾ മാർച്ച് 16-നും 21-നും ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഇവരൊക്കെ വീടുകളിൽ എത്തുന്ന മുമ്പ് ഞങ്ങൾക്ക് പോലും അറിയുന്നില്ല. അംഗങ്ങളായ ഞങ്ങൾ അറിയാതെ ഒരു യൂട്യൂബ് ചാനലിന് എങ്ങനെ കിട്ടി? അതെങ്ങനെയാണ് കിട്ടിയത്? അതൊക്കെ ഞങ്ങൾക്ക് ഡൗട്ടാണ്. ഇത് ഞങ്ങൾ പ്രസിഡന്റിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് സെക്രട്ടറിയോട് ചോദിച്ചു. ഈ സെക്രട്ടറിയും പ്രസിഡന്റും ആദ്യം ഭയങ്കര ചക്കയും അടയായിരുന്നു. ഇവരെവിടം തൊട്ടാണ് തെറ്റി തുടങ്ങിയത്? ഇപ്പതാ അവർ ചക്കയെ അടയായിരിക്കുന്നു. ഈ സെക്രട്ടറി ഒരു സ്റ്റാഫിനെ പിരിച്ചുവിടുന്നു, പ്രസിഡന്റ് അത് എടുക്കുന്നു. എന്തായിരുന്നു? ഞങ്ങൾ പോലും അറിയുന്നത് നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾ കാണുമ്പോഴാണ്. ഞങ്ങൾക്ക് തന്നെ പരസ്പരം ഇത് വല്ലാത്തൊരു അതിശയമായിരുന്നു. ഇപ്പം അൻസിബയൊക്കെ കാരണം നമുക്കിത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇത്ര വേദനിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി എത്രത്തോളം വേദനിച്ച് കാണും. അതെന്തുകൊണ്ടാണ് ആരും മനസ്സിലാവാത്തത്? ഒറ്റയ്ക്ക് നിന്ന്, അതിന് ഫാമിലി ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് സ്ത്രീയോ പുരുഷനോ എന്തോ ആവട്ടെ, ഇമോഷണൽ എല്ലാവർക്കും ഒരുപോലെയാണ്. കേട്ട നമുക്കൊക്കെ ഇത്ര വേദനയാണെങ്കിൽ അനുഭവിച്ച ആ കുട്ടിയുടെ വേദന നിങ്ങൾ മനസ്സിലാക്കൂ. എന്തൊക്കെയാണ് അപവാദങ്ങൾ കേൾക്കുന്നത്? ലക്ഷ്മിപ്രിയ വന്ന് എന്തൊക്കെയാണ് അത്? ഒരു യൂട്യൂബ് ചാനലെങ്കിലും തോന്നണ്ടേ? നമുക്ക് കാശുണ്ടാക്കാൻ നമ്മൾ ആരെയും വലിച്ചഴക്കണോ? ആ കാശൊക്കെ പിന്നെ അർപ്പിതപ്പെടും. അമ്മ എന്ന സംഘടനയിൽ മുതിർന്ന താരങ്ങൾ ഏറെയുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മൗനം പാലിക്കുകയല്ലേ? മൗനമൊന്നും പാലിച്ചിട്ടില്ല. നിങ്ങൾക്കൊന്നും ഇതിൻ്റെ അകത്തുള്ളത് പല കാര്യങ്ങൾ അറിയാതെ ചുമ്മാ മൂന്നാമതോ നാലാമതോ ആൾക്കാരുടെ വായിൽ നിന്ന് കേൾക്കുന്നത്, കാഴ്ചപ്പാടിൽ നിന്ന് ഇങ്ങനെ പറയരുത്. കാരണം ലാലേട്ടൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ എന്നെ പറയാൻ അനുവദിക്കോ? അല്ലെ, ഇപ്പൊ ഞാനൊന്ന് പറയട്ടെ. ശരി, നിങ്ങൾക്കാണ് പറയണമെങ്കിൽ നിങ്ങൾ പറയൂ. അല്ല, എന്നെ പറയാൻ അനുവദിക്കണമെങ്കിൽ അനുവദിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ മൈക്ക് ഊരി വെക്കും. കാരണം ഞാൻ പറയട്ടെ, ലാലേട്ടൻ അന്ന് എന്താ പറഞ്ഞത്? ലാലേട്ടൻ അന്ന് പറഞ്ഞു, ഈ കമ്മിറ്റിയിലെ എല്ലാവരും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതിനെ നമ്മൾ എല്ലാവരും കൂടി ഇനിയും നല്ല രീതിയിൽ തന്നെ പോകണം. കാരണം ഞാൻ പല ഭാഷയിലും പോകുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് എല്ലാവർക്കും അഭിമാനത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെ എല്ലാവരും കൂടി ഇല്ലാതാക്കരുതേ. അദ്ദേഹം തൊഴുക്കൈയോടാണ് അന്ന് പറഞ്ഞത്, അത്രയും വിഷമത്തോടെ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഇപ്പം അദ്ദേഹം മൗനം പാലിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കില്ല. അതൊക്കെ മേലെ പോയി. ഇതിൻ്റെ ശ്വേത എന്ന് പറയുന്ന ആളുടെ പിന്നിൽ ആരാണ് നിൽക്കുന്നത്? ആരാണ്? അത് നിങ്ങളാണ് കൊണ്ടുവേണ്ടത്. ഞങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പം ഇവർ പറയുന്ന അവരുണ്ട്, എനിക്ക് ഇവരുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ കുറേ പോസ്റ്റുകൾ ഇടുന്നു. ഈ പോസ്റ്റ് എത്രത്തോളം സത്യാവസ്ഥയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? അവരിഷ്ടമുള്ള പോസ്റ്റുകൾ ഇടുകയാണ്. അവർ പലരെയും സംസാരിക്കണം. എങ്ങനെ അവരോട് നമുക്ക് വിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റും? അവരിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പുറം ലോകത്തിലേക്ക് കൊടുത്തുവിടുകയല്ലേ? അവർ തന്നെയാണ് ഈ സംഘടന ഇത്രയും നാറ്റിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് തീർക്കേണ്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ പുറത്തുള്ള അംഗങ്ങൾ, പുറത്ത് ആരും ഉള്ള ഇതിൻ്റെ അകത്ത് അംഗങ്ങളല്ല. ശരിയാണ്. പക്ഷെ അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചിട്ടു. ശ്രീ വിനു കിരിയത്ത്, അമ്മയിലുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങനെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടോണ്ടിരിക്കുന്നല്ലാതെ. ഞാൻ മായ എൻ്റെ വലിയ സുഹൃത്താണ്. ഞാൻ പറയാം, മായ പറഞ്ഞില്ലേ സിനിമയിൽ രാഷ്ട്രീയവും മതവും പാടില്ല. മതം പാടില്ല, രാഷ്ട്രീയം പാടില്ല എന്ന് എങ്ങനെ പറയും? മായ വോട്ട് ചെയ്തിട്ടില്ലേ? 18 വയസ്സിൽ ആദ്യത്തെ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട്. അതൊരു കുറ്റമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് വിനുവിച്ചേട്ടാ, ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ഇതിൻ സംഘടനയ്ക്കകത്ത് കൊണ്ടുവരലെന്ന്. വ്യക്തിപരമായി ആർക്കും എന്ത് രാഷ്ട്രീയം ആവാം. ഒരു സംഘടനയ്ക്കകത്ത് ഒരു ഓർഗനൈസേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടിട്ട് മനസ്സിലാക്കും. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവരുണ്ട് ഈ സംഘടനയിൽ. പക്ഷേ BJP ഈ സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉന്നയിച്ചത് മാലാ പാർവതിയെ പോലെയുള്ള ആളുകളാണ്. തെളിവുകൾ അവരുടെ കയ്യിലുണ്ടോ എന്നറിയില്ല. ഞാൻ ചോദിക്കട്ടെ, പിഷാരടി കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഗണേശന്റെ രാഷ്ട്രീയം അറിയാം, മമ്മൂക്കയുടെ രാഷ്ട്രീയം അറിയാം, നമ്മുടെ ജയറാമിന്റെ രാഷ്ട്രീയം അറിയാം, സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അറിയാം.
എന്തുകൊണ്ട് ശ്വേതയ്ക്ക് BJP കാരി ആയിക്കൂടാ? അതെന്താ ഇവർ അതിനൊരു മറുപടി പറയാൻ? സംഘടനയെ ഹൈജാക്ക് ചെയ്തു എന്നാണ്. ഹൈജാക്ക് ചെയ്തെങ്കിൽ ആ സംഘടന ശുഷ്കം. ഒരു BJP BJPയുടെ പവർ നോക്ക്. BJPക്ക് ഇതിന്റെ പുറകെ ഞാനൊക്കെ BJPയിലോട്ട് പോയത് എങ്ങനെ? ആരും നമ്മളെ ക്ഷണിച്ചിട്ടൊന്നുമല്ല. രാഷ്ട്രത്തോടുള്ള സ്നേഹവും മോദിജിയോടുള്ള ഇതും കൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വന്നത്. ഇത് ഡെയിലി ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പോലും എത്ര പേര് ഡെയിലി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. BJPക്ക് പണം കൊടുത്ത് വാങ്ങിക്കത്തക്കൊണ്ടാ ഇപ്പം മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം ഇതുപോലെയുള്ളവർ പോയിട്ട് ലേറ്റസ്റ്റ് പ്രശ്നം അമ്മയിൽ ഇതാണ്. അതാണല്ലോ സുരേഷ് BJP നേതാവ് വാർത്താ സമ്മേളനം നടത്തി പറയുകയും ചെയ്തത്. മാലാ പാർവതി പറഞ്ഞ കാര്യവും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യമാണ്. ഈ BJPക്കാർക്ക് എന്താണ് ഈ സംഘടന കാലിബറില്ല എന്നല്ലേ അർത്ഥം. BJP കഴിച്ച എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുമെങ്കിൽ ആ സംഘടന പിരിച്ചുവിടൂ, നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വേണമെങ്കിൽ തുടങ്ങും, രണ്ടാം എന്ന് വേണമെങ്കിൽ പേരിടൂ. എന്തോ നീ കാണിക്കുന്നത്? BJPക്ക് ഇതാണോ നേരം? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, ഓരോ ദിവസവും പിരിച്ചുവിടാനൊക്കെ പറയാൻ എളുപ്പമാണ്. അല്ല, മായയാണ് നേരത്തെ പറഞ്ഞേ. ഇവിടെ ഞാൻ വരുമ്പോൾ ഞാൻ ഓൺ ദ വേയിലായിരുന്നു, കാറിൽ കേൾക്കുമ്പോൾ മായ പറഞ്ഞതാണ് ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ പിരിച്ചുവിടാൻ പറഞ്ഞില്ല. ഞാൻ സംഘടനയെ പിരിച്ചുവിടാൻ പറഞ്ഞില്ല. ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ ചുമത്തല്ല വിനുചേട്ട. അതിനൊരു മിടുക്കനാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ. വിനുചേട്ടൻ ഇത്ര മാത്രം ഞാൻ എന്താ പറഞ്ഞത്? ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ട് പുതിയ കമ്മിറ്റിയെ എടുക്കാനാണ് പറഞ്ഞത്. അല്ലല്ല, മായ പറഞ്ഞ ഒരു റീ ഇലക്ഷൻ വെക്കുക അല്ലേ? സംഘടന ഇല്ലാത്ത കാര്യങ്ങൾ ചേട്ടൻ പറയല്ലേ. റീ ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നു മായക്ക് തോന്നുന്നു. റീ ഇലക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. ശരി ആണെങ്കിൽ ഈ പ്രശ്നം തീരും തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് രൂക്ഷമായി കഴിഞ്ഞു. അത് തുടങ്ങിയാലല്ലേ, റീ ഇലക്ഷൻ വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് മുൻകൂട്ടി പറയാം. ഞാനും കൂടെ നിൽക്കാന്ന് ശ്വേത പറഞ്ഞു. അങ്ങനെ പറഞ്ഞോടനെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത്. നിങ്ങൾ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്തെടുത്തതല്ലേ അവരെ? അങ്ങനെയല്ല. അയ്യോ, ഞാൻ ഈ പറയാത്ത കാര്യങ്ങൾ എന്തിനാ പറയണേ? എന്റെ പൊന്ന് വിനിച്ചേട്ട, ഒന്നെങ്കിൽ ആ മൈക്ക് നേരെ കേൾക്കൂ. ലാലേട്ടൻ മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിലും ഞാൻ ലാലേട്ടനെതിരായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കും. എനിക്ക് അടുത്ത പ്രാവശ്യം പ്രസിഡന്റ് ആവണം. ഈ പറയാത്ത കാര്യങ്ങൾ ഇത് ഞാൻ മാനിക്കുലേറ്റ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. ലാലേട്ടൻ മത്സരിക്കാൻ നിന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞ അവരെ നിങ്ങൾ ആകെ രണ്ടുപേരുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, അതിനില്ല, ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ എന്താ പറയുന്നത്? അതിന് മുന്നേ ഒരു സഹതാപ ഡ്രാമ ഇവിടെ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? സഹതാപ ഡ്രാമ. ഇപ്പൊ എവിടെയാണ് ആ മാർട്ടിൻ? അന്ന് വിനുചേട്ടനും ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ ഒരു ചർച്ചയ്ക്ക് ഒരു ചാനലില്. ആ മാർട്ടിൻ എവിടെ? ആ മാർട്ടിനെതിരെ 3 കോടി രൂപ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ കേസ് കൊടുത്തോ? എവിടെ? 17 വോട്ടിനാണ് ശ്വേത ചേച്ചി ദേവൻ ചേട്ടനിൽ നിന്ന് കൂടുതലായി. എന്തിനാണ് ജഗദീഷ് ചേട്ടൻ അമ്മ ജനാധിപത്യത്തിൽ നിങ്ങൾ വോട്ട് ചെയ്തെടുത്തതാണോ? അതൊക്കെ ഏതെങ്കിലും കുറുക്കുവഴിയിൽ കയറിയതാണോ? അല്ല, മായ വോട്ട് ചെയ്തില്ലായിരിക്കാം. പക്ഷെ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ വോട്ട്. പക്ഷെ അവരെന്തിനാണ്? അല്ല, ഒരു മിനിറ്റ് വിനുചേട്ടാ, ഒരു മിനിറ്റ്. അവരിത് വോട്ട് ചെയ്തിട്ട് അവരെന്താ പറയണത്? ഐ ആം ദി പ്രസിഡന്റ്. ഐ ആം ദി പ്രസിഡന്റ് ആവണമെങ്കിൽ ബാക്കി അംഗങ്ങൾ വോട്ടിടാതെ അവരെ ജയിപ്പിക്കാതെ അവര് പറയണം. പക്ഷെ ആ കസേര മാനിക്കണം, ആ വോട്ട് ചെയ്ത അംഗങ്ങളെ മാനിക്കണം. അല്ലാതെ വൺ മാൻ ഷോ അല്ല ചെയ്യേണ്ടത്. വോട്ട് ചെയ്തല്ലേ പ്രസിഡന്റ് ആവേണ്ടത്? വോട്ട് ചെയ്യാതെയാണ് എനിക്കറിയില്ല. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല അവര് ഒരു അല്ലല്ലോ ഒരു പക്ഷെ അവര് സംസാരിച്ചത് എൻ്റെ അടുത്ത് ഇടയ്ക്കൊരു ഫോൺ ചെയ്തത് എനിക്ക് വോട്ടിടാതെയാണ് ഞാൻ ഇവിടെ ആയതെന്ന്. അപ്പൊ ഞാൻ ചേച്ചിക്ക് വോട്ടിട്ടുകൊണ്ടാണ് ചേച്ചി പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയണ കേൾക്കുന്നുണ്ട്, പറയൂ. ഇല്ല, ഞാൻ പറയുന്നത് എന്താണ് ചേട്ടാ, അവരൊരു പ്രസിഡന്റ് കസേരയിൽ ഇരുന്നു. ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആ കസേരയുടെ റെസ്പെക്ട് ഇതിന് മുന്നേ ഇരുന്ന പ്രസിഡന്റുമാരുണ്ട്. അവരെങ്ങനെയാണ്? ശരിയാണ്, ഒരു ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി അമ്മയുടെ പ്രസിഡന്റായി. ആ കസേരയ്ക്ക് ഒരു വാല്യൂ കൊടുക്കണം. ഞാനൊരു സ്ഥാനത്ത് വഹിക്കുകയാണ്. ആ സ്ഥാനത്ത് വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പലതും കേൾക്കേണ്ടി വരും. ഞാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കണം. പണ്ട് ഇന്നസെന്റ് അങ്ങൾ അങ്ങനെയായിരുന്നു. പലതും അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, അംഗങ്ങളായി നമ്മൾ പോലും പലതും അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് നമ്മൾ പലതും അറിഞ്ഞിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിനെ യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട അച്ചടക്ക, ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കില്ലായ്മ. ഈ 17 പേർക്കും തമ്മിൽ അച്ചടക്കമില്ലായ്മ. 17 പേർക്ക് പരസ്പര ബഹുമാനമില്ലായിരുന്നു, പരസ്പര സ്നേഹമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിയായിരുന്നു 17 പേരും. അപ്പൊ എല്ലാവരെയും കൊണ്ട് യോജിപ്പിക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രസിഡന്റിന് എന്ത് ഇതാണ് ഉള്ളത്? അത് പറയൂ. എന്താണ് ആ പ്രസിഡന്റ് ചെയ്തത്? അവരെ ഒരു സ്പെഷ്യൽ ടോക്ക്, ഒരു പേഴ്സണൽ ടോക്കിനെ
അവരെടുത്ത് വലിച്ചഴുക്കി സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അല്ല, ഇവിടെ ഒരു സാമ്പത്തിക ഇഷ്യൂ നടക്കുന്നുണ്ട്, അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നോക്കൂ, അവർ ഇതിനു മുന്നേ നമ്മൾ ബഹുമാനിച്ചിരുന്നു. ചർച്ചയില്ലേ സാമ്പത്തിക തിരിമറി, അതവർക്ക് പ്രൂവ് ആര് പറഞ്ഞു? ചെയ്യാൻ. ശരി, സാമ്പത്തിക ഇഷ്യൂ നടന്നപ്പം ഒരു മിനിറ്റ്, പിന്നെ എന്തിനാണ് അവർ അന്ന് സ്റ്റേജിൽ നിന്ന് ഞാൻ രാജിവെച്ചു, അങ്ങനത്തെ രാജിവെച്ചു, ഒരു പക്വതയില്ലായ്മ, അവർ സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി, ഞാൻ അങ്ങനത്തെ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി വെടികൊണ്ട പന്നിയെ പോലെ ഇറങ്ങി രാജിവെച്ചു രാജിയാവൂല കേട്ടോ, അത് റിട്ടേൺ ആയിട്ട് സ്വീകരിക്കണം. അല്ല, അതെന്തിനാണ്? അതൊക്കെ ഓക്കെ, അതൊക്കെ അവരുടെ അല്ലല്ല അവരെ നാഷണൽ, ഒരു മിനിറ്റ്, അവര് നാഷണൽ ചാനൽ, അതൊക്കെ നാഷണൽ ചാനൽ വരെ വിനോട് പറയട്ടെ, ഇത്ര വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിൽ അന്വേഷിക്കേണ്ടതാണ് വിനു. അല്ല, അങ്ങനെ വെളിയിൽ ടോക്ക് വരുന്നു ആണെങ്കിൽ അത് അവർ പറയണല്ലോ, എനിക്കിതെല്ലാം കൂടെ ഒന്ന് തെളിയിച്ചിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അവരെ കള്ളിയായിട്ട് പ്രഖ്യാപിക്കും. അല്ല, ഒരു മിനിറ്റ്, എന്തിനാണ് അവര് ഈ ഇലക്ഷൻ ആ ഒരു ട്രഷറിന്റെ അടുത്ത്, ശ്വേത ചേച്ചിയാണ് ട്രഷറിന്റെ അടുത്ത് പറഞ്ഞത് 3 മാസം ലീവ് എടുത്ത് ജനറൽ ബോഡിയുടെ തലേ ദിവസം വരെ ലീവ് എടുത്ത് പുറത്തു പോകണമെന്നൊരു ട്രഷറിന്റെ അടുത്ത് എന്തിനാണ് പറയുന്നത്? എന്തിനാണ്? ഒരു ട്രഷറി ഇല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പൊ ജനറൽ സെക്രട്ടറി പ്രസിഡന്റും കൂടിയല്ല പിന്നെ ആ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. ആ സമയത്ത് എന്താണ് കൂടി അടിയാണ്. രാഹുൽ, എനിക്ക് തോന്നുന്നു ഇതൊരു അധോലോകമാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ അമ്മ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്? ജാതി, മതം, സാമ്പത്തികം, രാഷ്ട്രീയം എല്ലാം അവിടെ ഒരു അല്ലല്ല, അതോ ലോകം ചുമ്മാ വെറുതെ ഇല്ലാത്ത അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞതാണ് അതോ ലോകം എന്ന് പറയുമ്പോ. എന്താണ് കേട്ടത്? ഞാനൊരു രാഷ്ട്രീയത്തെ, ഓരോ രാഷ്ട്രീയം, ഓരോ മതം, ഓരോരുത്തരുടെ എല്ലാവർക്കും ജാതിയും മതവും രാഷ്ട്രീയവും ഇതെല്ലാം കൊണ്ടുവന്ന സംഘടനയ്ക്കുള്ളിലിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി രാഹുൽ, അതാണ് ഞാൻ പറയുന്നത്. അതാണ് കഷ്ടം. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം കാണും, വിശ്വാസം കാണും. പക്ഷെ സംഘടനയിൽ വരുമ്പോ നമ്മൾ സംഘടനയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ആ രാഷ്ട്രീയം മാറ്റിവെച്ച് സംഘടനയുടെ താല്പര്യമാണ് പ്രധാനമെന്ന് കരുതണം. ഇത് 2-3 എല്ലാ പക്ഷത്തും നിൽക്കുന്നവർ കുറെ കൂടെ ശരിയാക്കാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഉദാഹരണം, അദാനിയുടെ ഒരു 15 കോടിയുടെ രൂപ കാര്യം വന്നു. അദാനി 15 കോടി അമ്മയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ, മേടിക്കണം. പക്ഷേ അത് എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തിട്ട് മേടിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വനിതാ നേതാവ് ഉന്നയിക്കുമ്പോൾ അദാനിയോടോ മറ്റും താല്പര്യമില്ലാത്ത മറുവിഭാഗം ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് ഭയങ്കര പ്രകോപനമാവും. ശരിക്കും ആ അമ്പലത്തിൽ നിന്ന് 75 ലക്ഷം രൂപ മേടിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷെ എല്ലാരെയും വിശ്വാസത്തിലെടുത്ത് മേടിക്കണം. അമ്പലത്തിൽ നിന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും മോസ്കിൽ നിന്നാണെങ്കിലും ചർച്ചിൽ നിന്നാണെങ്കിലും. അത് സ്പോൺസർ രീതിയിൽ വാങ്ങാൻ പറ്റില്ല, നിയമപരമായ പ്രശ്നമില്ല മായാജി. രീതിയിൽ വാങ്ങാൻ പറ്റില്ല. അതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ, ഡൊണേഷൻ ആയിട്ട് വാങ്ങാം. ഡൊണേഷൻ നാളെ ഇന്നൊരു അമ്പലം കൊണ്ടുവന്നു, നാളെ ഒരു മോസ്കോ കൊണ്ടുവരും, നാളെ ഒരു പള്ളി കൊണ്ടുവരും. ഡൊണേഷൻ ആയിട്ട് കൊടുക്കാം. ഒന്ന് കേൾക്കണേ മാജി, എന്റെ പോയിന്റ് ഒന്ന് കേൾക്കാം. അതായത് അമ്പലവും പള്ളിയും മോസ്കും എല്ലാം അങ്ങനെ സ്പോൺസർ ചെയ്താൽ സ്വാഗതം ചെയ്യണം. കാര്യം ഈ നല്ല കലാകാരന്മാരും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ മിമിക്രി കാണിച്ചല്ലേ ഈ നല്ലൊരു കലാകാരന്മാരെ വളർന്നു വന്നത്. പക്ഷേ വിശ്വാസത്തിലെടുത്ത്, അതായത് ഇപ്പൊ അൻസിബയ്ക്ക് അതിലൊരു എതിരഭിപ്രായമുണ്ട്. അപ്പൊ അൻസിബയെ വിശ്വാസത്തിലെടുത്ത് മോളെ ഇങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് വിശ്വാസത്തിലെടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അവിടെയാണ് മായാജി പറയുന്ന ഒരു പ്രസക്തി. അതായത് ഒരു ലീഡർ ആകുമ്പോൾ എല്ലാരെയും വിളിച്ച് ക്ഷമയോടെ സംസാരിച്ച് വിശ്വാസത്തിലെടുത്ത് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുപോകണം. ഇപ്പൊ ഇതേ അമ്പലത്തിൽ നിന്ന് തന്നെ ഒരു നന്ദകുമാർജിയുടെ പശ്ചാത്തലമൊക്കെ ഉള്ള അമ്പലമാണ്. ഇന്നസെന്റ് ചേട്ടനോ ഇടവേള ബാബു ചേട്ടനോ അടക്കം ഒരു ഫണ്ട് റേസ് ചെയ്യുകയായിരുന്നെങ്കിൽ അവർ കാര്യമായി എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടി എല്ലാവരോടും പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അവരിപ്പോ അദാനിയുടെ ഒന്നും അമ്മയ്ക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപ കിട്ടിയാൽ പുളിക്കുവോ? വേറെ ആർക്കെങ്കിലും 15 കോടി രൂപ കൊടുക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ അംബാനിയോ അദാനിയോ തന്നാലും സ്വീകരിക്കണം. പക്ഷേ എല്ലാരെയും വിശ്വാസത്തിലെടുത്ത് മാലാപാർവതിജി നമുക്കറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ ലെഫ്റ്റ് ലിബറൽ ചിന്തകയാണ്. മാലാപാർവതിജിയെയും കൂടെ കൺവിൻസ് ചെയ്ത് ഈ പ്രോസസ്സ് വേണം. അല്ലാതെ ഈ പ്രോസസ് ഇല്ലാതെ വൺ മാൻ എന്ന് പറയുന്ന രീതി പോവാതെ എല്ലാരെയും സ്വീകരിക്കണം. കാര്യം അമ്മയ്ക്കൊക്കെ ചാരിറ്റിക്ക് കാശ് വേണ്ടേ, ഷോകൾ നടത്താൻ കാശ് വേണ്ടേ, ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കാശ് വേണ്ടേ, വർഷം ഏറ്റവും മിനിമം 60 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെ കണ്ടെത്തണ്ടേ. ഇവിടെയാണ് നേതൃപാഠവും, അവിടെയാണ് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് പ്രസക്തി. ഇപ്പൊ ഇടവേള ബാബു ചേട്ടൻ ഇടപെടുന്നവർക്കറിയാം ഏറ്റവും മികച്ച സംഘാടകനാണ്.
ശ്രീ ഇന്നസെന്റ് സാർ വലിയൊരു സംഘാടകനാണ്. ലാലേട്ടനും മമ്മൂക്കയൊന്നും അത്രയും ആക്റ്റീവായിട്ട് സംഘാടന രംഗത്തില്ലെങ്കിലും അവരുടെ മഹത്വം കാരണം അവർ പറഞ്ഞ എല്ലാവരും കേൾക്കും. ലാലേട്ടൻ പറഞ്ഞല്ലേ, മമ്മൂക്ക പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അപ്പൊ ഈ യുവതലമുറയിൽ തർക്കം ഉണ്ടായപ്പോ ഇപ്പൊ ഇതിൽ കുറച്ചുകൂടെ പച്ചയ്ക്ക് ഞാൻ പറയാം, ലക്ഷ്മി പ്രിയാജി എന്റെ ഒരു സുഹൃത്തു കൂടെയാണ്, മാഡത്തോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, അവരുടെ ഹസ്ബൻഡ് പ്രശ്നം ഉണ്ടായി. ആരെങ്കിലും ലക്ഷ്മിപ്രിയയും അൻസിബയും കൂടെ വിളിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുക, നമ്മുടെ ഇടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ വിട്ടുകള പോട്ടെ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ശ്രീ ടിനി ടോമിനെയും നമ്മുടെ അത് മാത്രമല്ല, ബിജെപിക്ക് വേണ്ടി ഇത്തവണ സ്ഥാനാർത്ഥികളെ സപ്ലൈ ചെയ്തത് ശ്വേതാ മേനോനാണ് എന്ന രീതിയിൽ ശ്രീ രാഹുൽ. അതുകൊണ്ട് അതൊക്കെ താങ്കൾക്ക് ഉപദേശം വേണം നൽകാം, പക്ഷെ ഇവരതൊന്നും ചെവി കൊള്ളുന്ന ആളുകളല്ല. ഒരു വരിയിൽ കൂടെ പറഞ്ഞിട്ട് മായാജിക്ക് പോകുള്ളൂ. ഒരു വരി അറിയാമോ, ഇത് ഇതല്ല, ഈ ജനറൽ ബോഡി മീറ്റിംഗ് നടന്ന സമയത്ത് ശ്വേത ചേച്ചിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഇത് ഞാൻ പല സ്ഥലത്ത് പലവരോട് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ അത് ആ കാര്യത്തിൽ മായ പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞു. സിദ്ദിഖിക്ക് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. കാരണം ഇടവേള ബാബുച്ചേട്ടൻ ഉൾപ്പെടെ പലരും പറഞ്ഞു, ഊർമിള ചേച്ചി, കാലടി ഓമനാൻ്റെ മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ശ്വേത ചേച്ചിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ആദ്യം അൻസിബെ സ്റ്റേജിൽ വിളിച്ച് വരുത്തിയിട്ട്, എൻ്റെ അനിയത്തി കുട്ടിയാണ്, അന്ന് അൻസിബ പറഞ്ഞപ്പോൾ എനിക്ക് പലതും മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് പിന്നെ ആലോചിച്ചപ്പോൾ ശരിയാണ്, ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അൻസിബ എടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അംഗങ്ങളെല്ലാം കൂടി ജനറൽ ബോർഡിൽ മീറ്റിൽ അംഗങ്ങളെല്ലാം കൂടി പറയും എന്താണ് ലക്ഷ്മിപ്രിയയ്ക്ക് കൊടുക്കേണ്ടത്, ഒരു സസ്പെൻഷനാണോ അല്ലെങ്കിൽ 3 മാസത്തെ മാറ്റി നിർത്തേണ്ടത്, നിങ്ങൾ പറയണ മാതിരി ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും എണീറ്റ് നിന്ന് ശ്വേത ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് കൈയടിക്കുമായിരുന്നു. സെക്കൻഡ്, ടിനി ചേട്ടൻ ഇത് പറഞ്ഞതിന് ടിനി ചേട്ടനും കൂടി നീനാക്കുറുപ്പിനെ ഇത്ര ചീത്ത വിളിച്ചപ്പോഴും ലക്ഷ്മിപ്രിയയെ അൻസിബയെ പറഞ്ഞപ്പോഴും നീന ചേച്ചിയെ ലക്ഷ്മിപ്രിയയും ടിനിച്ചേട്ടനും പറഞ്ഞപ്പോഴും നീന ചേച്ചി സ്റ്റേജിൽ കണ്ട് എൻ്റെ കൂടെയുള്ള എന്നെയും കാട്ടി സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നത്, എൻ്റെ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ വൈകിപ്പോയി, പക്ഷെ ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ കറക്റ്റാണ്. ടിനിക്ക് വേണ്ടിയും ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെടുത്തല്ല, നീനെടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞു, നിങ്ങളോടും ഞാൻ മാപ്പ് പറഞ്ഞു. എന്താണ് ഞാൻ ടിനിക്ക് ചെയ്യേണ്ടത്? ടിനി ചെയ്തത് നീനെടുത്ത് പറഞ്ഞതും അല്ലെങ്കിൽ അൻസിബയെടുത്ത് പറഞ്ഞ വളരെ തെറ്റ് തന്നെയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നടക്കം ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ നിൽക്കുമായിരുന്നു, ഒന്നടക്കം നിൽക്കുമായിരുന്നു. ശരിയാണ്, ഞാൻ ഉണ്ണി ശിവാലിൻ്റെ കേസിൽ ഞാൻ അദ്ദേഹത്തിന് 3 മാസത്തിലേക്ക് മാറ്റി നിർത്താൻ പറഞ്ഞ് എൻ്റെ മിസ്റ്റാണ്. എനിക്ക് ചിലപ്പം ഇതിൻ്റെ എക്സ്പീരിയൻസ് കുറവായിരിക്കും, നേതൃപാഠത്തിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് അങ്ങനെയല്ല പറഞ്ഞത്, ഞാനാണ് 3 കോടി ഉണ്ടാക്കിയത്. ഇടവേള ബാബുച്ചേട്ടനെ ഇന്നസെന്റ് അംഗങ്ങൾ ഒരിക്കലും അങ്ങനെ ഞങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന്, ഇത് ഞാനാണ് ഉണ്ടാക്കിയത്, തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ശ്രീ പെല്ലിശ്ശേരി? താങ്കൾ ഇത്രയും അനുഭവസമ്പന്നനാണല്ലോ ഈ മേഖലയിൽ. തീർച്ചയായിട്ടും തീർക്കാൻ പറ്റും. കാരണം എന്താ പറയാ, അത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിലിപ്പോ ഇവരെല്ലാം ഇറങ്ങിയിട്ട് നല്ല ശക്തമായൊരു മത്സരം വെക്കാന്, മത്സരത്തിൽ കൂടി ഇവിടെ നല്ല മത്സരം വരുന്നുണ്ട്, ശക്തമായ മത്സരം വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കട്ടെ. ഏകണ്ഠമായിട്ട് അങ്ങനെയൊന്നും വേണ്ട, ശക്തമായ മത്സരം. അതില് ജാതിയോ ഗ്രൂപ്പോ എന്തോ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ മത്സരത്തിലൂടെ ചെയ്യാം. ഒരു കാര്യം, ഒരു കണ്ടീഷൻ വെക്കണം, 500 മെമ്പർമാരിൽ ഇത്ര ശതമാനമെങ്കിലും വോട്ട് ചെയ്തിരിക്കണം. വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ അതൊരു ഭൂരിപക്ഷമായി കണക്കാക്കാനും പാടില്ല. അപ്പൊ അങ്ങനെ അവരെ ഇടപെട്ടിട്ട് സൗഹാർദ്ദപരമായി തെരഞ്ഞെടുത്തിട്ട് പിന്നെ കണക്കുകൾ സുതാര്യമായ കണക്കുകളായിരിക്കും. മുമ്പേ പറഞ്ഞിട്ട് യഥാർത്ഥ പ്രശ്നം അതല്ലേ, സാമ്പത്തിക തിരിമറി തന്നെ. സാമ്പത്തികം മുമ്പേ നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ കണക്കുകൾ വളരെ കണ്ട് പുതിയ കമ്മിറ്റി കുടുങ്ങുമെന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നത്. പുതിയ കമ്മിറ്റി കുടുങ്ങുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പൊ എന്താ, സ്ത്രീകൾക്ക് അധികാരമില്ല, എല്ലാം സ്ത്രീകളായില്ലേ, പിന്നെ എന്താ സംഭവിച്ച പരിഹരിക്കാൻ? അപ്പൊ അത് മാറിയിട്ട് ഇനി എല്ലാവരും കൂട്ടായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ഫണ്ടുകളുണ്ട് പ്രോഗ്രാമിന്റെ. ഈ പ്രോഗ്രാം പലരും നടന്നിട്ടില്ല. എന്തിനെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഈ ജനറൽ ബോഡി യോഗം ഒരു ഹോട്ടലിലാണ് നടന്നത്. ആ ഹോട്ടലിൽ ലക്ഷങ്ങളാണ് ചാർജ് കൊടുത്തത്. ലക്ഷങ്ങൾ ചെലവഴിക്കാതെ കമ്മിറ്റി കൂടിയിരുന്നല്ലോ. അപ്പൊ അനാവത്ത് ചെലവുകൾ ആരോടും ചോദിക്കാതെ നടത്തിയിരുന്നു. ഇതൊക്കെ മറക്കാം. ഇതൊക്കെ മറന്നിട്ട് നല്ലൊരു തെരഞ്ഞെടുപ്പിലൂടെ പുതിയ കമ്മിറ്റി വരട്ടെ. ഈ സംഘടനയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അമ്മയിലെ തമ്മിലടി സിനിമാ മേഖലയ്ക്ക് അപമാനമോ? അതേ എന്ന് 92% പ്രേക്ഷകർ, അല്ല എന്ന് 5% മാത്രം. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.